ഒരു കേരള ആൻഡ് അറബിക് കോമ്പിനേഷൻ, അതാണ് ഈ ലൊക്കേഷന്റെ പ്രത്യേകത. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ, നമ്മളിപ്പോൾ ഉള്ളത് ലവ് ലേക്കിലാണ്. ദുബായിലുള്ള ലവ് ലേക്കിലാണ്. ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് സൺറൈസ് ആണ്. അത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് കാണുമ്പോൾ അതിന്റെ ഭംഗി വേറെ തന്നെയാണുള്ളത്. നമ്മൾ ഈ കുറെ ബിൽഡിങ്സ് ഇതൊക്കെ കണ്ടിട്ട് ലവ് ലേക്കിൽ വന്നിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഫുൾ പച്ചപ്പും കാര്യങ്ങളും. അതെ, അത് ഭയങ്കര എന്താ പറയാ അടിപൊളിയായിട്ടാണ് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു വേറൊരു ഭംഗി. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ആൾക്കാർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ സംഭവമാണിത്. അതാണ് ഏറ്റവും കൂടുതൽ അതിശയം തോന്നുന്ന സംഭവം. ഇവിടുത്തെ ഫീല് എടുത്ത് ഭയങ്കര സമാധാനം കേട്ടോ, ഭയങ്കര പീസാണ്. ഇപ്പം ദുബായില് നല്ല ചൂടാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ വന്നപ്പോ രാവിലെ ഒരു ആ തണുത്ത കാറ്റ്, ഭയങ്കര നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നല്ല മഴ ആണല്ലോ. കൂടുതൽ ഭംഗിയുള്ള വിഷ്വൽസ് നമ്മൾ കാണിച്ചു തരാം. ഒരു എഫേർട്ട് നമ്മൾ സമ്മതിക്കണം. ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തെന്ന് നമുക്ക് തന്നെ കാണാം. പിന്നെ ഇതേപോലെ കുറെ ടക്കുടുകളുണ്ട് ഇവിടെ, കുറെ ബേർഡ്സ് ഉണ്ട്. ഇത്ര ഓപ്പൺ ആയിട്ട് ഇവരൊക്കെ കാണാൻ പറ്റും. 400 വർഷം പഴക്കമുള്ള മരമാണ് എൻ്റെ ബാക്കിലുള്ളത്. എന്താ അല്ലേ, എന്തുകൊണ്ടാണ് ഈ ഒരു ലേക്കിന് ഈ ലവിൻ്റെ ആകൃതി കൊടുക്കുന്നത്? എടത്ത് ഈ ലവിൻ്റെ ലേക്കല്ലേ, അപ്പോൾ ലവ് ലേക്ക്. പക്ഷെ അവർക്ക് പല ആകൃതികളും കൊടുക്കാമല്ലോ. ലവ് തന്നെ കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ് അഖിലസാരം. അതെ, അതായത് സ്നേഹമാണല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. അതിന് എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ ലോകത്തെ എവിടെയും ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ടായിരിക്കണം. ആയിരിക്കണം. ദിസ് ഈസ് പോഗോ വൈബ് ആണ് മെയിൻ.